ബിഗ് ബോസ് താരം ഷിയാസ് കരീമിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മാധ്യമങ്ങളിലെ പ്രധാന വാർത്തകളിലൊന്ന്. ഷിയാസ് കരീം തന്റെ വിശ്വാസം ദുരുപയോഗം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണവുമായി യുവതി രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. കുറ്റം ആരോപിച്ചിരിക്കുന്നത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളെ ആയതുകൊണ്ട് വിവാദങ്ങൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി. അതുപോലെ തന്നെ കുറ്റാരോപിതൻ ഇതെല്ലാം എതിർത്ത് രംഗത്ത് വന്നതോടെ പരാതിയുടെ രൂപം മാറി. എന്നാൽ പണം വാങ്ങി പറ്റിച്ചെന്നും അതിന് തെളിവായി ഷിയാസും യുവതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പും പുറത്തുവിട്ടുകൊണ്ട് യുവതി ശക്തമായി തന്നെ നിന്നു. ഇരയായതായി പറഞ്ഞ യുവതി ഈ സംഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുകയും പിന്നീട് പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തതോടെ സംഭവത്തിന്റെ ഗതി മാറിയെന്ന് വേണം പറയാൻ. ഇതോടെ കേസ് നിയമപരമായ തലത്തിലേക്കും നീങ്ങി. ജിമ്മിന്റെ നവീകരണത്തിനടക്കം ഷിയാസ് പണം ആവശ്യപ്പെടുന്നതും പണം നേരിട്ട് നൽകിയാൽ മതിയെന്ന് പറയുന്നതും ഓഡിയോയിൽ വ്യക്തമാണ്. സ്ത്രീ നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. ജിം നവീകരിക്കാൻ 20 ലക്ഷം രൂപ നൽകണം, പണം അക്കൗണ്ടിൽ ഇടണ്ടെന്നും കോഴിക്കോട് വരുമ്പോൾ നേരിട്ട് തന്നാൽ മതിയെന്നും ഷിയാസ് പറയുന്നുണ്ട്. എക്കാലത്തും ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പും സ്ത്രീക്ക് നൽകുന്നുണ്ട്. സാമ്പത്തിക വഞ്ചനയ്ക്കും ലൈംഗിക ചൂഷണത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇവർ തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഷിയാസിനെതിരെ ഉയർന്ന ആരോപണത്തിൽ നിരവധി പേരാണ് ഷിയാസിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പെൺവിഷയത്തിൽ ഷിയാസ് പണ്ട് മുതലേ ഇത്തരം സമീപനങ്ങളാണ് നടത്താറെന്നും പണം വാങ്ങി വഞ്ചിച്ചിട്ടൊടുവിൽ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തുന്ന ശീലം ഷിയാസിനെ പണ്ടേ ഉണ്ടെന്നും പറയുന്നവരുണ്ട്. മാത്രമല്ല, ആരോപണം പുറത്തു വന്നതോടെ ഷിയാസ് കരീമിനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതികരണങ്ങളും ഉണ്ടായി. പലരും ശക്തമായ വിമർശനം ഉന്നയിച്ചപ്പോൾ ചിലർ അത് പൂർണ്ണമായും അന്വേഷിക്കേണ്ട വിഷയമാണെന്നും വിധി എഴുതുന്നതിന് മുൻപ് നിയമ നടപടികൾക്ക് സമയം നൽകണമെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതോടൊപ്പം ഷിയാസിന്റെ ഇരകളായി ഇനിയും ധാരാളം പെൺകുട്ടികൾ വരാനുണ്ടെന്നും അയാളുടെ മുഖംമൂടി വലിച്ചു കീറാൻ ധൈര്യം കാണിക്കണമെന്നും പറയുന്നവരുണ്ട്. എന്നാൽ ഷിയാസ് കരീം ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഇപ്പോഴും. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് യുവതിയല്ലെന്നും തന്റെ ഉമ്മയുടെ പ്രായമുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീയാണെന്നുമാണ് ഷിയാസ് പറയുന്നത്. അവർ തന്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ചോദ്യം ചെയ്തപ്പോഴാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയതെന്നും ഇതെല്ലാം വ്യാജമാണെന്നും തന്റെ ഇമേജ് തകർക്കാനുള്ള ശ്രമമാണെന്നുമാണ് ഷിയാസ് പറയുന്നത്. ഭർത്താവിനെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ ഭാര്യ പൂർണ്ണ പിന്തുണയുമായി വന്നതും മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു. എന്നാൽ ഷിയാസിനെതിരെയുള്ള ആരോപണങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ കേസ് കൂടുതൽ ഗൗരവതരമായി. തെളിവുകൾ ശേഖരിക്കൽ, ഇരയുടെ മൊഴി, പ്രതിയുടെ മൊഴി എന്നിവ ഉൾപ്പെടെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഷിയാസ് കരീമിനെതിരെ ഇത് ആദ്യമായല്ല ഇത്തരം കേസുകൾ വരുന്നതെന്ന കാര്യം ഇവിടെ പറയാതെ പോകാനും സാധിക്കില്ല. 2023 സമാനമായൊരു ആരോപണം ഷിയാസിനെതിരെ ഉയർന്നിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ കാസർഗോഡ് ചന്തേര പോലീസാണ് ഷിയാസിനെതിരെ അന്ന് കേസെടുത്തത്. കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിലെ തീരദേശ സ്വദേശിനിയായ യുവതിയായിരുന്നു പരാതിക്കാരി. വർഷങ്ങളായി എറണാകുളത്ത് ജിമ്മിൽ ട്രെയിനറായ യുവതി ഇയാളുമായി പരിചയത്തിലാവുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. പരിചയത്തിനൊടുവിൽ പ്രണയത്തിലേക്ക് ബന്ധമെത്തിയെന്നും വിവാഹ വാഗ്ദാനം നൽകി തൃക്കരിപ്പൂരിനടുത്ത ചെറുവത്തൂർ ദേശീയപാതയോരത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചതായും 11 ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുത്തതുമായിരുന്നു അന്നുയർന്ന പരാതി. പരാതിയും പ്രശ്നങ്ങൾക്കും ഒടുവിൽ നിശ്ചയിച്ച വിവാഹം മുടങ്ങിപ്പോയിരുന്നു ഷിയാസിന്റെ. അങ്ങനെ ഷിയാസ് കരീമിനെതിരെ വീണ്ടും ആരോപണം വന്നപ്പോൾ മുൻപിലത്തെ കേസും കുത്തിപ്പൊക്കി ചർച്ചകൾ ആരംഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് കേസെടുത്ത സ്ഥിതിക്ക് അന്വേഷണം പൂർത്തിയാകുമ്പോൾ സത്യാവസ്ഥ പുറത്തുവരട്ടെ.